പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 24 അധ്യായം 1 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ. അഹരോന്റെ പുത്രന്മാർ നാദാബ, അബീഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസറും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലയാസറിന്റെ പുത്രന്മാരിൽ സാദോക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹീമേലക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരിലുള്ളതിനേക്കാൾ എലയാസറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നെതനയേലിന്റെ മകനായ ശെമയ്യാ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിന്റെ മകനായ അഹീമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം എലയാസറിനും മറ്റൊന്ന് ഈഥാമാരിനുമായി ചീട്ട് വന്നത് എഴുതിവെച്ചു. ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും, രണ്ടാമത്തേത് യെദായാവിനും, മൂന്നാമത്തേത് ഹാരീമിനും, നാലാമത്തേത് ഷെയോരീമിനും, അഞ്ചാമത്തേത് മൽക്കിയാവിനും, ആറാമത്തേത് മിയാമിനും, ഏഴാമത്തേത് ഹാക്കോസിനും, എട്ടാമത്തേത് അബിയാവിനും, ഒമ്പതാമത്തേത് യേശുവയ്ക്കും, പത്താമത്തേത് സെബന്യാവിനും, ഏഴാമത്തേത് ഹാക്കോസിനും, എട്ടാമത്തേത് അബിയാവിനും, ഒമ്പതാമത്തേത് യേശുവയ്ക്കും, പത്താമത്തേത് ഷെഖറ്റ്യാവിനും, 11ാമത്തേത് എല്യാശീബിനും, 12ാമത്തേത് യാക്കീമിനും, 13ാമത്തേത് ഹുപ്പയ്ക്കും, 14ാമത്തേത് യേശബയാമിനും, 15ാമത്തേത് ബിൽഗയ്ക്കും, 16ാമത്തേത് ഇമ്മേരിനും, 17ാമത്തേത് ഹേസീരിനും, 18ാമത്തേത് ഹപ്പീസെസിനും, 19ാമത്തേത് പെതഖ്യാവിനും, 20ാമത്തേത് എഗസ്കേലിനും, 21ാമത്തേത് യാക്കീനും, 22ാമത്തേത് ഗാമൂലിനും, 23ാമത്തേത് ദലായാവിനും, 24ാമത്തേത് മയസ്യാവിനും വന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവനവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു. ശേഷം ലേവി പുത്രന്മാരോ. അമ്രാമിന്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായന്റെ പുത്രന്മാരിൽ യഗ്ദേയാവ, രഹബ്യാവോ, രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷ്യാവ. ഇസ്കാര്യരിൽ ശെലോമോത്ത്, ശെലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത. ഹെബ്രോന്റെ പുത്രന്മാർ എരീയാവ തലവൻ, അമര്യാവ് രണ്ടാമൻ, എഗസിയേൽ മൂന്നാമൻ, യഖമെയാം നാലാമൻ. ഉസിയലിന്റെ പുത്രന്മാർ മീഖ, മീഖായുടെ പുത്രന്മാർ ഷാമീർ, മീഖായുടെ സഹോദരൻ ഇഷ്യാവ. ഇഷ്യാവിന്റെ പുത്രന്മാരിൽ സെഖര്യാവ. മെരാരിയുടെ പുത്രന്മാർ മഗ്ലി, മൂശി. യയസ്യാവിന്റെ പുത്രന്മാർ ബെനോ. മെരാരിയുടെ പുത്രന്മാർ ഏസ്യാവിൽ നിന്നുത്ഭവിച്ച ബെനോ, ശോഹം, സക്കൂർ, ഇബ്രി. മഗ്ലിയുടെ മകൻ എലയാസർ, അവന് പുത്രന്മാർ ഉണ്ടായില്ല. കീശോ, കീശിന്റെ പുത്രന്മാർ യെരഹ്മെയേൽ. മൂസിയുടെ പുത്രന്മാർ മഗ്ലി, ഏദർ, എരിമോത്ത്. ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹീമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താൻ്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു. വായിച്ചതായി തിരുവചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.